കുട്ടികളെ കിടത്തിയുറക്കി മീരാ മുത്തശ്ശി അപ്പോഴാണ് എത്തിയത്. കോണിപ്പടികളിൽ മുത്തശ്ശിയുടെ ഊന്നുവടി ശബ്ദിച്ചു. അന്തരീക്ഷത്തിലെ മ്ലാനത മുത്തശ്ശിക്ക് പെട്ടെന്ന് പിടികിട്ടി. ചിരിയാണ് സാധാരണ കേൾക്കാറ്. ഇന്നിതാ ശബ്ദം തന്നെയില്ല. മീരാ മുത്തശ്ശി പ്രമീള ബഹൻ്റെ മുന്നിൽ നൃത്തവേദിയുടെ നടുവിലായി ഇരുന്നു. നാലു പുറവും ഒന്ന് നോക്കി വിടർന്നു ചിരിച്ചു. എന്നിട്ടും ഒരു പ്രതികരണവും ചുറ്റുനിന്നുമുണ്ടായില്ല. രാധികയുടെ തുടയിൽ താളമിട്ട് മുത്തശ്ശി പാടിത്തുടങ്ങി. പല്ലുകളുടെ അഭാവം അക്ഷരസ്ഫുടതയ്ക്ക് കോട്ടം വരുത്തി. എങ്കിലും ആ മീരാഭജനിലെ ഭാവസാന്ദ്രത അന്യൂനമായി. ഗോപികമാരുടെ കണ്ണുകൾ തിളങ്ങി. പിന്നീട് കൂമ്പിത്തുടങ്ങി. ഓരോരുത്തരായി തിരിഞ്ഞും മറിഞ്ഞും തല ചായ്ച്ചും വീണുറക്കമായി. മുത്തശ്ശി പാട്ടു നിർത്തിയിട്ടും ഉറങ്ങാതെ അവശേഷിച്ചത് പ്രമീള ബഹനും മുത്തശ്ശിയും മാത്രം. മുത്തശ്ശി മുഖത്തു നോക്കാതെ പതുക്കെ വിളിച്ചു, "പ്രമീള." "എന്താ അമ്മേ?" മുഖത്തു നോക്കാതെ നന്നേ പതുക്കെയും. "ഭഗവാൻ ഇവിടെയാണ്, ഈ വീട്ടിൽ. മറ്റിടങ്ങളിലൊന്നും നമ്മുടെ പ്രഭുവിന് സ്ഥാനമില്ലാതായി. നീ എവിടെ പോകാനാണ് പുറപ്പാട്?" "നമ്മുടെ ഗ്രാമത്തിൽ." "അവിടെ ഭഗവാന്റെ പുല്ലാങ്കുഴൽ കേൾക്കാൻ കഴിയുമോ?" "എവിടെയായാലും കേട്ടുകൂടെ?" "ഇവിടെയായാലും കേൾക്കാം." "പിന്നെ?" പ്രമീള ബഹൻ മിണ്ടിയില്ല. മുത്തശ്ശി തുടർന്നു, "ഇവിടെ നമ്മുടെ പേരക്കിടാങ്ങളെ വളർത്താൻ നമുക്കു കഴിയും. മറ്റെവിടെയെങ്കിലും കഴിയുമോ?" "ഇല്ല അമ്മേ." "പിന്നെ?" മുത്തശ്ശി എപ്പോഴും ചോദിക്കുന്ന വാക്കാണത്. ആ പിന്നെ എന്നതിന് പല സാഹചര്യങ്ങളിലും പല അർത്ഥങ്ങളാണ്. "എവിടെയോ ഒരു പിശകില്ലേ?" "എവിടെ?" "നാളെ." "നാളത്തെ കാര്യം ആർക്കെങ്കിലും തീർച്ചയുണ്ടോ?" "ഇവിടുത്തെ വരുമാനത്തിൻ്റെ കഥ അമ്മയ്ക്കറിയില്ലേ?" "ആകട്ടെ." മുത്തശ്ശി തെല്ലുകൂടി അരികിലേക്ക് നീങ്ങിയിരുന്നു. "ഇവിടെ എന്തിനെങ്കിലും കുറവുണ്ടോ?" "ഭഗവാന്റെ കൃപ കൊണ്ട്." "അതാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ വരുമാനത്തിൽ." ബഹൻ പറഞ്ഞു. "എൻ്റെ വകയായി ഏറെ മാസങ്ങളായി ഒന്നുമില്ലല്ലോ." "എൻ്റെ വകയായി എന്തെങ്കിലുമുണ്ടോ?" "അതുകൊണ്ട് നീ ഒരു മണ്ടിയാണ്."